എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചാക്കരി ഉണ്ടല്ലോ, അത് വെച്ച് കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ ചോറ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ് ഈ വീഡിയോയെ, ചാക്കരി കൊണ്ട് എങ്ങനെയാണ് ചോറ് വെക്കുന്നതെന്നുള്ളത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 2 തരത്തിലുള്ള ഇട്ടിട്ടുണ്ട്. കുത്തരി കൊണ്ടുള്ളതും ഇട്ടിട്ടുണ്ട്, ചാക്കരി കൊണ്ടുള്ളതും ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിലാണ് ഇപ്പോൾ ഈ ചോറ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ റേഷൻ കടയിലെ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പെട്ടെന്ന് വെന്തു പോകുന്ന ചോറാണ്. ഇത് റേഷൻ അരി ഉപയോഗിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഈ അരി പെട്ടെന്ന് വെന്തു പോകും. അതുകൊണ്ട് തന്നെ കുക്കറിൽ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാവേ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു അളവ് പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. പണ്ടൊക്കെയുള്ള അമ്മമാരൊക്കെ ഇത് നാഴിയാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോഴും ചില വീടുകളിലൊക്കെ നാഴിയുണ്ട്. എനിക്ക് നാഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഗ്ലാസ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിന് ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. 3 ലിറ്ററിൻ്റെ കുക്കറാണിത്. അതുകൊണ്ട് തന്നെ 2 ഗ്ലാസ് അരിയെ ഇതിൽ വെന്ത് കിട്ടത്തുള്ളൂ. നിങ്ങൾ അരി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കുക്കറായിരിക്കണം എടുക്കേണ്ടത്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം. ഇത് റേഷൻ അരി ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് തന്നെ കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. കടകളിലൊക്കെ ഇരിക്കുന്ന അരികളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ, പല്ലി, പാറ്റ, ആരണ, ഓന്ത്, അതിനകത്തില്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അരി നന്നായിട്ട് കഴുകിയെടുക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു അരി അതുപോലെ നന്നായിട്ട് കഴുകരുതെന്ന്. പക്ഷേ ശരിയാണ്, നന്നായിട്ട് കഴുകരുത്. ഇത് റേഷൻ കടയിൽ നിന്നുള്ള അരി ആയതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിക്ക് കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാനിവിടെ 4 പ്രാവശ്യം ഈ അരി കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ അരിക്കകത്ത് ഇതുപോലെ ഈ പാത്രത്തിൽ ഇതിനൊരു 1/4 ഭാഗത്തിൽ കൂടുതൽ വെള്ളം വേണം. അതായത് ഒരുപാട് നിറഞ്ഞു പോകരുത്. ഈ അരി ഇതിനകത്ത് കിടന്ന് വേകാൻ പാകത്തിനുള്ള വെള്ളം ഇതിനകത്ത് വേണം. അല്ലെങ്കിലാണ് ഈ ചോറ് കട്ട പിടിച്ച് വൃത്തിയില്ലാതെയൊക്കെ ഈ ചോറ് ഇരിക്കുന്നത്. ഞാൻ ഈ ഈ സ്ക്രൂ ഇത് കണ്ടോ, ഞാൻ ഈ കാണിക്കുന്ന പോലെ ഈ ഭാഗം വരെ ഞാൻ വെള്ളം എടുക്കുന്നുണ്ട്. ഇത്രയും തന്നെ വെള്ളം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതല്ല എങ്കിൽ നമ്മൾ വയ്ക്കുന്ന ചോറ് നന്നായിട്ട് തന്നെ കുഴഞ്ഞു പോകും. അറിയാമല്ലോ, നമ്മൾ റേഷൻ അരി കൊണ്ടാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ. അതിന് മുമ്പായിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ അടിവശം നല്ല സെറ്റായിട്ടല്ലേ ഇരിക്കുന്നത്. നമ്മൾ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ഈ അരിയെല്ലാം കൂടി ഒന്നിച്ചങ്ങ് അട പോലെ അങ്ങ് ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം അടുപ്പത്ത് വയ്ക്കുവാനായിട്ട്. ഞാനിവിടെ സ്റ്റൗ കത്തിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ടല്ല ആദ്യം ഈ അരി വെന്തെടുക്കേണ്ടത്. ഇതേപോലെ ഒരു സാധാരണ അടപ്പ് കൊണ്ട് അരി അടച്ച് വേണം വെന്തെടുക്കുവാനായിട്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതേപോലെ നമുക്കൊന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇത് നമ്മളിപ്പോൾ കുക്കറിൻ്റെ അടപ്പ് വെയിറ്റും ഒക്കെ വെച്ചിട്ട് അടച്ച് കുക്കറിലല്ല ഇത് വെന്തെടുക്കുന്നത്. ഇതേപോലെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് കുക്കറിൻ്റെ അടപ്പ് നമ്മളിതിന് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഈ അരി എല്ലാ ഭാഗത്തെ അരി ഒരേപോലെ തന്നെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇതിന് ഒരുപാട് ഗ്യാസ് ഒന്നും വേണ്ട. നമുക്കൊരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചോറ് നമുക്ക് റെഡിയായി കിട്ടും. പിന്നെ എല്ലാം കൂടി ഒന്ന് ഊറ്റിയെടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ്, ഒരു 11 മിനിറ്റ്, അതിൽ കൂടുതൽ ഒട്ടും പോകത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടി നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കുക്കറിൽ ചോറ് വെക്കുന്ന ചാക്കരി ചോറ് കുക്കറിൽ വെക്കുന്നതും കുത്തരിച്ചോറ് കുക്കറിൽ വെക്കുന്നതും റേഷൻ അരി കൊണ്ട് തന്നെ ഉള്ളത്. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കാണണേ.
എനിക്ക് എൻ്റെ ആ വീഡിയോ വൈറലായ ഒരു വീഡിയോ ആണ്. ഏകദേശം ഒരു 54,000 പേരോളം 54K വ്യൂസ് എനിക്കതിന് കിട്ടിയതാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആയ ഒരു റെസിപ്പിയാണിത്. ഈ ചോറിൻ്റെ കുക്കറിൽ ചോറ് വെക്കുന്നതിൻ്റെ വൈറൽ വീഡിയോ ആയതിന് ശേഷമാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആയത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി 1.5 മാസമായപ്പോൾ തന്നെ എനിക്ക് മോണിറ്റൈസേഷനായി. അത് ഈ ചോറ് വൈറൽ വീഡിയോ ആയിട്ട് മാറിയത് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഈ ചോറും നിങ്ങളൊന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ എനിക്ക് അറിയിക്കണേ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഇത്രയും സമയം മതി ഇത് ഒന്ന് വെന്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് ഈ അരി ഒന്ന് കോരി നോക്കാം. ഇത് കണ്ട, ഇതിപ്പോൾ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇത് ഒരു തിളയ്ക്ക് തന്നെ ഈ ചോറ് ഇതേപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതിയേ. ഇനി ബാക്കിയുള്ളത് ഈ അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ആവിക്ക് വെന്ത് കിട്ടേണ്ടതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പ് തന്നെ എടുത്തിട്ട് വാഷറൊക്കെ ഇട്ടതിന് ശേഷം അടച്ച് വയ്ക്കാവേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെയിറ്റ് ഈ സമയത്ത് ഇടരുത്. ഇതേപോലെ കുക്കർ അടച്ചതിന് ശേഷം മാത്രമേ വെയിറ്റ് ഇടാവുള്ളേ. നമ്മൾ വെയിറ്റ് ഇട്ടതിന് ശേഷം കുക്കർ അടച്ചു കഴിഞ്ഞാൽ ഇതിൽ എയർ തങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതൊരുപാട് അപകട സാധ്യതയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വെയിറ്റ് ഇടുന്നതിന് മുന്നേ തന്നെ ഈ കുക്കർ അടയ്ക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ ഞാൻ വെയിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇതൊന്ന് ആവിയിലിരുന്നൊന്ന് വേകട്ടെ. അതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് ഇതിനകത്ത് നിന്ന് തന്നെ തിങ്ങി വെന്തിട്ടില്ലാത്തതായതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ എയറിനകത്ത് ഈ ചോറ് വെന്ത് കിട്ടും. പെട്ടെന്ന് വേകുന്ന അരിയാണല്ലോ. ഇനി നമുക്കിതിൻ്റെ വെയിറ്റൊക്കെ എടുത്തിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഗ്യാസും ലാഭിക്കാം. ആകെ ഒരു 5-6 മിനിറ്റേ നമ്മൾ ഇതിന് ഗ്യാസിന് എടുക്കുന്നുള്ളൂ. അത്രയും സമയം ഗ്യാസിൽ നമ്മൾ കുക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിറകടുപ്പൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വിറകിനൊക്കെ ഇപ്പോൾ നല്ല വിലയാണ്. ഗ്യാസിനേക്കാൾ കൂടുതൽ വിലയാണ് ഇപ്പോൾ വിറകിന്. ഇത് കണ്ടേ, ചോറ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ചോറ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തോന്നും ചോറ് വെന്തിട്ടില്ലെന്ന്. പക്ഷേ ഇത് ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിത് ഈ അരി ഓരോ ചോറും ഞെക്കി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഏറെ വെള്ളത്തിൽ കിടന്ന് വെന്തതായതുകൊണ്ട് തന്നെ ഇത് ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. പയറുപോലെ ചോറ് ഒന്നിനോട് തൊടാതെ വണ്ണമാണ് ഈ ചോറ് വെന്ത് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ചോറ് വെന്തിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാവേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് ഇതേപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഊറ്റിയെടുക്കാം. നിങ്ങൾക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ടാണെങ്കിൽ ഊറ്റിയെടുക്കാവുന്നതാണ്. കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഊറ്റിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ വാഷർ മാറ്റിയതിന് ശേഷം മാത്രമേ ഇതേപോലെ ഊറ്റാവുള്ളേ. ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതേപോലത്തെ അടപ്പ് വെച്ചിട്ടാണ് ഊറ്റിയെടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെയാണ് ഊറ്റിയെടുക്കുന്നത്. പിന്നെ ഈ പാത്രത്തിനകത്ത് ഒരുപാട് കഞ്ഞിയുടെ വെള്ളം കൊള്ളുകയില്ലാത്തത് കൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടാണ് പിന്നെ ബാക്കിയുള്ളത് ഊറ്റിയെടുക്കുന്നത്. ഇതിൽ നിന്ന് ഇത്രയും വെള്ളം നമുക്കൊന്ന് മാറ്റി എടുക്കാം. ബാക്കിയുള്ളത് നമുക്കിതേപോലെ ഒന്ന് ഊറ്റി നന്നായിട്ട് കുടിച്ചിടാം. ഇതിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ.
ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. ഒരുപാട് നേരം അങ്ങനെ കുനിച്ചിടരുതേ. ഇത് ആവിയിലിരുന്ന് തന്നെ ഭയങ്കരമായിട്ട് വെന്തു പോകും. ഉണ്ടോ, നിങ്ങൾക്ക് ഈ ചോറ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നല്ല പയറ് പോലെ ഇരിക്കുന്ന ചോറ്, എന്നാൽ നന്നായിട്ട് ചോറ് വെന്തിട്ടുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാം. വീട്ടമ്മമാർക്കൊക്കെ അറിയാം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ ഗ്യാസ് നമുക്ക് ഒരുപാട് ലാഭിക്കാം ഇതേ രീതിയിൽ ചോറ് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.